അടിപൊളി അടിപൊളി അടിപൊളി. മീഷോന്നും ഫ്ലിപ്കാർട്ടിന്നും ആമസോണിന്നും വാങ്ങിയിട്ടുള്ള അടിപൊളി സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൂച്ചക്കുട്ടീനെ വളർത്തുന്നുണ്ട്, പക്ഷേ വീട്ടിൽ പെറ്റിനെ വളർത്താൻ പറ്റൂല എന്നാണെങ്കിൽ ഇങ്ങനൊരു പൂച്ചക്കുട്ടീനെ നമുക്ക് വാങ്ങാം. ഒറിജിനൽ വെല്ലുന്ന ലുക്കാണ്. എന്താ ലുക്ക് എന്ന് പറയാം, ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ട്. അതിൻ്റെ വയറിനൊന്നും ഞെക്കിയത് കരയുകയും ചെയ്യും. പക്ഷേ ഫുൾ ടൈം കിടക്കുകയേ ഉള്ളൂ, കിടന്നുറങ്ങുന്ന പോലെ ഉണ്ടാവുക. മോന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാനത് അവന് കൊടുത്തു, അവനെടുത്തുകൊണ്ട് പോയി. ഏതായാലും സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ ടാഗ് പ്രോഡക്റ്റിൽ ഞാൻ കൊടുക്കാം. എല്ലാ പ്രോഡക്റ്റും ടാഗ് പ്രോഡക്റ്റിൽ കൊടുക്കുക. താഴെ വേണമെന്ന് അവർ വാങ്ങിച്ചോ. അപ്പോൾ അടുത്ത സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളത് മീശോ എന്താണ്, മുഖത്തെന്തെങ്കിലും തേക്കുമ്പം ഇങ്ങനൊരു സാധനം വേണം. ഇതെങ്ങനെ ഇടേണ്ടതെന്നുള്ള കാര്യം പോലും എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഇങ്ങനെ ഇടേണ്ടതെന്നുള്ള കാര്യം ആദ്യം ഓർമ്മയുണ്ടായിട്ടില്ലായിരുന്നേ. തലയിൽ 2 കൊമ്പലുള്ള കണ്ണും മൂക്കലുള്ള സാധനം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ ഇത് മീഷോയിലാണ് മീഷോന്ന് വാങ്ങിയത് 100 രൂപക്കാണ്. ഓഫറും ഉണ്ടായിനി, 100 കുറഞ്ഞിട്ട് കിട്ടും. പിന്നെ അടുത്തത് നഖം മുറിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ നമ്മൾ നെയിൽ കട്ടറിൽ ഉപയോഗിക്കല്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നഖം മുറിക്കേണ്ട, നമുക്ക് ട്രിം ചെയ്തെടുക്കാം. നല്ലോണം പൊടിച്ച് നല്ല ഷേപ്പിൽ കിട്ടും. കുഞ്ഞു പാവകൾ മുതൽ വലിയ ആൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഇത്, ഈ ട്രിമ്മർ. അപ്പോൾ ഇതിൽ പല തരത്തിലുള്ള ടൂൾസ് ഉണ്ട്. ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 തരത്തിൽ നഖം മുറിക്കാൻ പറ്റും. കുഞ്ഞു പാവക്ക്, വലിയ ആൾക്കാർക്ക്, വലിയ കുട്ടികൾക്ക്. പിന്നെ നഖത്തിൻ്റെ 2 സൈഡിലും ഭയങ്കരമായിട്ട് മൂർച്ചുണ്ടാകുമ്പം അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ട്രിമ്മറാണ്. ഇതിന് ഇതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക, എന്നിട്ട് സ്വിച്ച് മുകളിലോട്ട് ആക്കുക വേണ്ടത്. ഇങ്ങനെ ഫിറ്റ് ചെയ്ത ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നതൊന്നുമല്ലല്ലോ, ബാറ്ററി ഉണ്ടല്ലേ. ഈ ഒരു ഭാഗത്ത് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ 2 ബാറ്ററി ഇടേണ്ട ഒരു സ്പേസ് കാണാൻ പറ്റും. അതിനകത്ത് 2 ബാറ്ററി ഇട്ടിട്ട് ഞാൻ ഇത് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ആക്കുമ്പം ലൈറ്റ് കത്തുന്നത് കാണും. അപ്പോൾ ഇത് വർക്കിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്തൊരു ഇൻസ്ട്രക്ഷൻ ബുക്ക് ഉണ്ട്, അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഏത് തരത്തിലുള്ള ബ്ലേഡാണ് ഉപയോഗിക്കേണ്ടത്. ബ്ലേഡല്ല സാധനം, ശരിക്കും പറഞ്ഞാൽ ഒരു റഫായിട്ടുള്ളൊരു സാധനമാണ് ഈ കാണുന്ന 5 എണ്ണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് തരത്തിലുള്ളതാണ് ഉപയോഗിക്കേണ്ടതെന്ന് അതിൻ്റെ അകത്ത് ഏരിയൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. കുഞ്ഞു കുട്ടിക്ക് ഇന്നതാണ്, വലിയ ആൾക്കാർക്ക് ഏതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഇൻസ്ട്രക്ഷൻ നല്ല വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പച്ചയാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതെടുത്തിട്ട് ഇടാൻ വെച്ചാൽ ഇതുപോലെ അങ്ങ് ഇട്ട് പ്രസ് ചെയ്തു, എന്നിട്ട് ഇതുപോലെ ഓണാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നഖം വെച്ച് കൊടുത്താൽ മതി. നഖത്തിൻ്റെ മുകളിലേക്ക് അത് വെച്ച് കൊടുക്കണമെന്നില്ല, തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നഖം പൊടിഞ്ഞിട്ട് വൃത്തിയിൽ ഷേപ്പാകുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് പേടിക്കണ്ട ശരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഖം നമ്മൾ ചെറിയ പിള്ളേർക്കും ചെറിയ മക്കൾക്കെല്ലാം മുറിച്ച് കൊടുക്കുമ്പോഴത്തെ സമയത്ത് എന്താ പറയുക, ഈ നഖം അതിൻ്റെ കൂടെ തോല് മുറിഞ്ഞു പോവോ അങ്ങനെയുള്ള പേടിയെല്ലാം ഉണ്ടാവുകയും ചെയ്യും, ചിലപ്പോൾ അങ്ങനെ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ലാണ്ട് ഇതിനിങ്ങനെ വെച്ച് കൊടുത്തത് നല്ല വൃത്തിയിൽ ട്രിമ്മറാവും. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണ്ടെങ്കിൽ വേറെ ഈ ഒരു ബ്ലേഡ് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ നഖമെല്ലാം ഷേപ്പ്ലെസ് ആയതുകൊണ്ട് ഷേപ്പാക്കാൻ വിചാരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പാക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഷേപ്പായി വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സുബിത.com ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ 10% ഓഫർ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. പിന്നെ ഒരു മൊനപോലുള്ള സാധനം ഈ ഒരു പെട്ടിയിൽ നിങ്ങൾ കണ്ടില്ലേ, അതാണ് ഈ നഖത്തിൻ്റെ സൈഡിലുള്ള ഈ ഒരു സാധനമാണ് നഖത്തിൻ്റെ സൈഡിലുള്ള മൂർച്ചം കളയുന്നത്. സൈഡിൽ ഇങ്ങനെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ മൂർച്ച പോലെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ മൂർച്ചെല്ലാം കളഞ്ഞിട്ട് അടിപൊളി നഖമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ടാഗ് പ്രൊഡക്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലെല്ലാം ഉള്ള ലിങ്ക് താഴെ കൊടുക്കാം. ഇത് നമ്മളെ വീട്ടിൽ ഡോറിൻ്റെ അടിയിലെല്ലാം വെക്കുന്നൊരു സാധനമാണ്. പാമ്പിനെ പോലെ നീളത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാവുക, എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റുമേ. ഡോറിൻ്റെ താഴെ വിടവുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വലിയ അടയുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മുകളിലോട്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കയറും. അപ്പോൾ നല്ല വൃത്തിയിൽ ഡോർ അടയുകയും ചെയ്യും, ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഈ സംഭവം എന്തായാലും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും, നല്ല യൂസ്ഫുൾ സാധനമാണ്. മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഡോറിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ്. അപ്പോൾ അതങ്ങ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് പുറത്തേക്ക് വരുന്നതുണ്ടെങ്കിൽ അതങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി. ഇത് പിന്നെ കുറേ പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒരു കൂട്ടത്തിൽ തന്നെ നമുക്ക് 10-15 ഒപ്പരം കിട്ടും. ഈ ഒരു സ്റ്റിക്കർ ഹുക്കാണ്.
ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് കയ്യിലും തവിയും എല്ലാം കൊളത്തി വെക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ പറിക്കണ്ടേ, അത് പറിക്കാൻ കിട്ടുകയില്ല. ഞാൻ കുറേ സമയം അതുകൊണ്ട് കളിച്ച്, എന്നിട്ട് അവസാനം എന്താ ഇതുപോലെ തുറക്കുന്നുണ്ട്. ബാക്കിലൊരു ചെറിയൊരു സ്റ്റിക്കറേ ഉള്ളൂ, അത് ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സ്റ്റിക്കറാണ്. ശരിക്കും നല്ല കട്ടിയുണ്ട്, അത് ആടെ തിക്കായിട്ട് നിൽക്കുമെന്ന്. ഞാൻ എന്നിട്ട് ആ ഹുക്കിൻ്റെ ആ കുളത്തില്ലേ അത് പിടിച്ച് വലിച്ചു നോക്കി വരുന്നുണ്ടോയെന്ന്. അപ്പോൾ വരുന്നില്ല, നല്ല രീതിയിൽ അവിടെ ഉറച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിറ്റുള്ള ഈ ഒരു ഇറുക്കി തന്നെ അതിൻ്റെ അത് കുളത്തി വെച്ചാൽ അത് താഴെ വീഴുമെന്ന് അറിയണമല്ലോ. അവിടെ കുളത്തി വെച്ചു, ഇന്നും അത് കുളത്തിയതുപോലെ തന്നെ ഉണ്ട്, ഒന്നും ആയിട്ടില്ല എന്നുള്ള സംഭവമാണ്. കാരണം ഇതെനിക്ക് രണ്ടാമത്തെ അനുഭവം. മുമ്പ് ഞാൻ ഇതുപോലൊരു ഹുക്ക് വാങ്ങിയിട്ട് കുളത്തി അപ്പം തന്നെ താഴെ വീണിട്ടുണ്ടായിന്. ഈ ഒരു ഹുക്ക് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം റിവ്യൂ എടുത്ത് അത് കഴിഞ്ഞിട്ട് വിശന്നു. അപ്പോൾ റോളുണ്ടായിരുന്നു, പിള്ളേർ ബാക്കി തിന്നിട്ടുള്ള KFCൻ്റെ ബാക്കിയും പിന്നെ നൂഡിൽസും ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം സോസിൽ മുക്കി ഞാനും അമ്മയും കൂടിയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ രാവിലെ നൂൽപ്പിട്ടായത് കൊണ്ട് ഉണ്ടയുണ്ടായിരുന്നു, അപ്പോൾ ആ ഉണ്ടയും കഴിക്കുന്നുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് കഴിക്കുമ്പോഴത്തേക്കാണ് ഒരു വിശപ്പിലൊരു ശമനം ഉണ്ടായത്. കുറേ റിവ്യൂസ് എടുക്കാനും കുറേ വീഡിയോസ് എടുക്കാനും ഉള്ളത് കൊണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് അതങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഈ ആദ്യം തന്നെ എടുക്കുന്ന പ്രോഡക്റ്റ് ലിപ് ഗ്ലോ ആണ്. ഇത് കുപ്പിക്കകത്ത് ഒരു കുഞ്ഞു പുഷ്പം അങ്ങനെയുള്ളത്, ഇതുപോലെയുള്ള ലിപ് ഗ്ലോ ആണ്. കളർ ചേഞ്ചിങ് ആണ്, കാണാൻ ട്രാൻസ്പാരൻറ്റ്, വെറും ഗ്ലാസ് പോലെയുണ്ട്. ഇട്ട് കഴിയുമ്പോഴത്തേക്കൊരു പിങ്കിഷ് കളറ് ലിപ്സിലേക്ക് വരും. അങ്ങനൊരു സാധനം അടിപൊളിയാണ്. പിന്നെ ഈ ഒരു 2-in-1 ചോപ്പറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇതും സംഭവം കിടുക്കി, കാരണം 2-in-1 നമുക്ക് 2 യൂസേജാണ് ഇതിനെ കൊണ്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇവിടെ നമുക്ക് 2-3 ചോപ്പർ ഉണ്ട്, അതിൻ്റെ അകത്തെല്ലാം വെറൈറ്റി ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 2 യൂസേജാണ്, 2 സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. ഒരു ബ്ലേഡ് എന്ന് പറയുന്നത് 6 ബ്ലേഡുകളായിട്ടുള്ള ഒരു ബ്ലേഡാണ് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പച്ചക്കറികളും അതുപോലെ വറവാക്കാൻ ഉള്ളി തക്കാളി അതെല്ലാം ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലേഡും ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു സാധനവും ഉണ്ട്. ആദ്യം കണ്ടാൽ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലെല്ലാം ഇതിൻ്റെ റിവ്യൂ എടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നെല്ലാം എനിക്ക് കറക്റ്റായിട്ട് പിടികിട്ടീന്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്ത് നോക്കാം. ബ്ലേഡ് കൃത്യമായിട്ടുള്ള ആ ഒരു പോയിന്റിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള അടപ്പ് നമുക്ക് അടച്ചു കൊടുക്കാം. അടച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ചുവപ്പ് കളർ സാധനം വലിക്കുമ്പോഴാണ് ചോപ്പറിനകത്ത് ഇത് ചോപ്പായിട്ട് വരുന്നത്. ഇത് കുറേ ചോപ്പർ ഇങ്ങനെ തന്നെ ഉണ്ട്, കുറേ തരത്തിലുള്ള ഇങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ചോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ക്യാബേജ് ഇട്ടിട്ട് ചോപ്പ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചക്ക് ക്യാബേജ് ഉപ്പേരിയാന്ന് ആക്കുന്നത്. അപ്പോൾ ക്യാബേജ് ഇതുപോലെ പീസാക്കിയിട്ട് മുറിക്കണം, അടക്കങ്ങ് കയറൂലല്ലോ. അങ്ങനെ പീസാക്കിയിട്ട് മുറിച്ച ശേഷം ഈ ഒരു പാർട്ട് അകത്ത് ഇങ്ങനെ കയറുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് അടക്കുക. എന്നിട്ട് നമുക്ക് വലിച്ചു നോക്കാം. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് ചോപ്പായിട്ട് നല്ല അടിപൊളി ക്യാബേജ് പീസുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യാനാണ്. ജ്യൂസ് ബ്ലെൻഡ് ചെയ്യുക, ഇതുപോലെ മയോണൈസ് ആക്കാം. അപ്പം നമ്മൾ മയോണൈസാണ് ആക്കുന്നത്, കുറച്ചേ ആക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം നമുക്കിപ്പോൾ ആവശ്യം ഉണ്ടായിട്ടില്ല, ആക്കാൻ വേണ്ടി മാത്രമായിരുന്നു. മയോണൈസ് ആക്കിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ടാബ്ലറ്റ് കളിക്കുന്ന കുട്ടികൾക്ക് ഈ ടാബ്ലറ്റ് കൊണ്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. പെയിൻറ്റിങ്ങും പിന്നെ ഡ്രോയിങ് എല്ലാം ഇഷ്ടമുള്ളവർക്ക് ഈ മാജിക് ടാബ്ലറ്റ് എന്തായാലും ഇഷ്ടമാവും. മുമ്പ് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിനി പണ്ട്, അത് കുറേ കാലം മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പാണ് വാങ്ങുന്നത്. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഒരു മാജിക്കൽ റൈറ്റിംഗ് സാധനമല്ലേ ഇത്. ഒറിജിനൽ ടാബ്ലറ്റ് പോലെ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലത്തെ പാർട്ടിൽ ഇവിടെ തന്നെ ഈ ഭാഗത്ത് തന്നെ ഒരു പെന്നുണ്ട്. ആ പെന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതാൻ ഉപയോഗിക്കുന്നത്. നല്ല ഒരു മിന്നുന്ന ടൈപ്പ് എഴുത്താണ് അതിൻ്റെ അകത്തേക്ക് വരുന്നത്, കണ്ട ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്നിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് താഴത്തെ സ്വിച്ച് പ്രസ് ചെയ്തപ്പോഴത്തേക്കും മായുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ത് പറ്റി, മായുന്നില്ലല്ലോ. കുറേ പ്രാവശ്യം നോക്കി, മായുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് നോക്കിയപ്പോഴത്തേക്കും ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്, അവിടെ ലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്വിച്ച് വർക്കിംഗ് ആവുള്ളൂ, മായുകയും ചെയ്യുള്ളൂ. അപ്പാണ് മനസ്സിലായത് അത് ചെയ്യണമായിരുന്നു. മായുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഓടി വന്നിട്ട് എത്തി നോക്കുന്നുണ്ട്, അതിന് ഇതെന്നാ മായാത്ത എന്തോ പറ്റിയോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനത് അൺലോക്ക് ചെയ്ത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് മായാനും തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പം നിങ്ങളിത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് ബാക്കിലുള്ള സ്വിച്ച് ശ്രദ്ധിക്കണം, മായുന്നില്ലെങ്കിൽ. ഓക്കെ, ഇതുപോലെ വരക്കുക, എന്നിട്ട് ഈ സ്വിച്ച് അമർത്തുക, അന്നേരം ഡിലീറ്റ് അടിച്ചാൽ അതങ്ങ് മാഞ്ഞു പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര വേണ്ടിയെങ്കിലും പിള്ളേർക്ക് അതിൻ്റെ അകത്ത് വരക്കുക, എഴുതുക, എന്നിട്ട് മായ്ക്കുക. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു മാജിക്കൽ ടച്ച്.
അപ്പോൾ നമുക്കിതെന്തായാലും നമ്മുടെ ലുട്ടാപ്പിക്ക് കൊണ്ട് കൊടുക്കാം, വാവക്ക് കൊണ്ട് കൊടുത്ത് നോക്കാം. അവൻ കണ്ടിട്ടില്ല ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഓൻ നടന്ന് ടാബ് അവൻ്റെ കൈമിലുണ്ട്, അത് മാറ്റിയിട്ട് ഞാൻ ഈ ടാബ് കൊടുക്കുന്നുണ്ട്. ഇതെന്ത് ടാബ് എന്ന് ജസ്റ്റ് അവൻ നോക്കുന്നുണ്ട്. അവനത് എന്താ പറയുക, എന്നാ വേണ്ടതൊന്നും തിരിയുന്നില്ല. പെന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ട് പെന്നെടുത്തിട്ട് അതിൻ്റെ അകത്ത് ചിത്രം വരയ്ക്കാൻ നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവുമേ, അത്രയും വേണ്ടു ചെക്കന് സന്തോഷമാവാൻ വേണ്ടിയിട്ട്. മൂത്താക്കും ഇത് കണ്ടാൽ സന്തോഷമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, കാരണം അവനും ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്, അത്രയും വേണ്ടു. അപ്പോൾ അവർ ഹാപ്പി, ഞാൻ ഹാപ്പി. ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ടാഗ് പ്രോഡക്റ്റിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. അല്ല, പ്രോഡക്ട്സ് ചിലതെല്ലാം subidah.com കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.